അതൊന്നും ഞമ്മളെ കയറ്റിയില്ല. മക്കളെ 2 ദിവസം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി AVSP പഠനം വാങ്ങി ഞമ്മളിവിടെ ഇറങ്ങുമ്പോൾ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാണ് മക്കളെ. ഇത് ആരാണ് പഠിപ്പിക്കുന്നത്? ഞമ്മള്. താങ്ക് യു. ഇനി നമുക്ക് ജനാർദ്ദൻ ചേട്ടനാണ് ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. 36 കൊല്ലമായിട്ട് ഞാൻ പോലീസിൽ ഇതിൻ്റെ ഇടയിൽ വേണ്ടുന്നതും വേണ്ടാത്തതുമായി ഒരുപാട് ചട്ടത്തരങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ വെയിറ്റിയില്ല. 2 ദിവസം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി AVSP മെഡൽ വാങ്ങി ഞാൻ ഇവിടെ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാണ്. ആരെയാണ് പഠിപ്പിക്കുന്നത്? നിന്നെ കാണാൻ ജോർജ് സാറോട് വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ ജോർജ് സാറോട് നിൽക്കുന്നുണ്ടെങ്കിൽ ജോർജ് സാർ ഒരുപാട് അറിയാറുണ്ടല്ലേ. താങ്ക് യു. നമ്മുടെ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച പഴയ ഒരു ആൽബമുണ്ട്. പലവട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയി. അപ്പൊ ആ പാട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വിജ്ഞാൻ സാർ, അച്ഛൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പുറത്തെ സാർ, ഇവരൊക്കെ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൽ ഒരു വാക്കും ഉണ്ടാകുന്ന പോയില്ലേ. അഴകോലും ഉദിക്കുന്നു ഞാൻ നിന്നെ. ചിന്താഞ്ജലി പോലും പുഞ്ചിരി മനസ്സിൽ പ്രതിഷ്ഠയാണ് കൊതിച്ചതാണ്. പിന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഹാസ്യ താരമാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കുവാൻ മലയാള സിനിമയിലേക്ക് ഒരു താരമില്ല. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജയശ്രീമാൻ, അദ്ദേഹത്തിന്റെ താളോട്ടം എന്ന സിനിമയുടെ അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് അറിയാൻ എനിക്കൊരു വിചാരം ഹോപ്പിലെ രാജാവാണ്. ആ പുല്ലുകൾ 1-2 ദിവസം വീട്ടിൽ പോയി ഏതോ ഒരു അടിസ്ഥാന സാഹിബിനെ കാശ് കൊണ്ട് പഴയ കൊണ്ടാരം വാങ്ങി അവിടെ രാഷ്ട്രത്തിൽ തുടങ്ങി. അവിടെ പ്രാന്തന്മാരെ പട്ടാളിയോടെ എന്നോട് മൊത്തം പറയാനൊന്നും വിചാരിക്കട്ടെ. കാലം കുറെ ഞാനൊക്കെ മറ്റേ ചിട്ടിയുടെ ആളല്ല. പക്ഷെ ഞങ്ങൾ ജോലിക്കാരെ മുമ്പ് താൻ തന്നെ മോളെ നൽകിയിട്ട് ഒരുപാട് സ്മരണത്തിനിടയിൽ പരസ്പരം കിട്ടിക്കൊടുത്ത് മരുചുറ്റിയോട് 2 ഇളവിധുനങ്ങളെ ഞാൻ കണ്ടു. തന്റെ മോളും വിലാസം പട്ടനും അവരുടെ ആവശ്യവും എനിക്ക് അനാവശ്യമായിരുന്നു. ഞാൻ കണ്ടതായി പറഞ്ഞപ്പോൾ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. നാളെ ഒരു ബൈക്കും ഒരു സൈക്കിളോടെ ഇറങ്ങാൻ പോവാ. തന്റെ മോളെ ഈ നാട്ടിൽ ഞാനാണെന്ന് ആശിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറൊരു നാമത്തിലുണ്ട്, കിഴക്കം എന്ന സിനിമ. അതിലെ നീച്ചൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലാലേട്ടൻ ചെന്ന് അദ്ദേഹത്തെ കാണുന്ന ഒരു സീൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു, ചത്തോയില്ലെന്ന് അറിയാമെന്ന് എനിക്ക് ഒരെണ്ണം ചത്തില്ല. നീ ആ നാളെ എന്നെ പൊളിപ്പിച്ചില്ലെങ്കിൽ എന്റെ അതിന്റെ ഞാൻ ചാവുള്ളൂ. എടാ ജോജി, നീ എന്നെ ചതിക്കുകയാണല്ലേ ഇത്രയും കാലം. ഈ മോളെ കൂടെ കൊണ്ടുവരുകി നടന്നത് എന്റെ കാശ്, അവസാനം പോയത് എന്റെ കൈ, എന്റെ കാല്, എന്റെ തല, എന്റെ ദൈവമേ. താങ്ക് യു. ഇനി നമ്മുടെ പഴയകാല ഒരു മോഡലാണ് നമ്മുടെ എൻ പ്രസാദ്. അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ ആലോചിച്ചു. അവസാനം ഉൾപ്പെടെ വളർന്നു വിളിച്ചത് അത് ഞാൻ പറഞ്ഞു.
ഭക്ഷണം